ഈടുറ്റ ചുരുക്കം ചില കഥകൾ, അതിലൂടെ മലയാളത്തിൽ പുതിയ ഭാവുകത്വം സൃഷ്ടിച്ചു വന്നതാണ് എം നന്ദകുമാറിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നിട്ട ഒരു മാസം നന്ദകുമാർ ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫ് അനുഭവങ്ങളെക്കുറിച്ചും തന്നെക്കുറിച്ചും നന്ദകുമാറിന് ചിലതൊക്കെ പറയാനുണ്ട്. കാമ്പുള്ള കഥകളിലൂടെ മലയാളി ആസ്വാദകരെ ഞെട്ടിച്ച പ്രതിഭയാണ് എം നന്ദകുമാർ. കലയും സർഗാത്മകതയും കൃത്യമായ പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ ഇടങ്ങളായി മാറണമെന്ന് ശഠിക്കുന്ന മലയാളി എഴുത്തുകാരൻ. ബാബരി മസ്ജിദ് തകർച്ചയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എം നന്ദകുമാർ എഴുതിയ ശൂന്യാസനം എന്ന കഥയുടെ രാഷ്ട്രീയമാനം വളരെ വലുതാണ്. മറ ഉൾപ്പെടെയുള്ള മറ്റു രചനകളിലും കാണാം മൗലികതയുടെ നിറഞ്ഞുകത്തുന്ന തിളക്കം. സമാനതകളില്ലാത്ത അത്തരം രചനകൾ മലയാളിയുടെ ആസ്വാദന തലങ്ങളെ അട്ടിമറിക്കാൻ പോന്നവയാണെന്ന് കുറിച്ചത് മറ്റാരുമല്ല, എഴുത്തുകാരൻ സക്കറിയ തന്നെ. പിന്നിട്ട ഒരു മാസം നന്ദകുമാർ പ്രവാസ ലോകത്തുണ്ടായിരുന്നു. സഹൃദയരുമായി നടത്തിയ ആശയവിനിമയങ്ങൾ, കഥാചർച്ചകൾ എന്നിവ ഈ എഴുത്തുകാരന് സമ്മാനിച്ചത് വലിയ ഊർജമാണ്. ശൂന്യമായ ഇടങ്ങളെ, ആ പ്രതിനിധാനം സാധ്യമല്ലാത്ത ഇടങ്ങളെ വീണ്ടും പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ്, ഒരു പദപ്രയോഗം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ ഗൾഫ് സന്ദർശനവും ഇവിടെയുള്ള മലയാളികളായിട്ടുള്ള എഴുത്തുകാരും സാധ്യതയായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള എൻ്റെ ഇടപഴകലും എനിക്ക് ഭയങ്കരമായ ഊർജം നൽകിയിട്ടുണ്ട്. നന്ദകുമാറിനെ സക്കറിയ വിശേഷിപ്പിക്കുന്നത് സമ്പൂർണ്ണ പുറവാസി എന്നാണ്. വിട്ടുനിൽക്കുന്ന ഈ ഡയസ്പോറയുടെ ഭാഗമായി വിട്ടുനിൽക്കുന്ന ഈ മലയാളികൾ ഒരുപക്ഷെ നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സ്വന്തം സംസ്കാരത്തിനെ കുറിച്ചിട്ടും എഴുത്തിനെക്കുറിച്ചും കലയെക്കുറിച്ചൊക്കെ ആദിയും വേവലാതിയും ആകാംക്ഷയും അതേപോലെ തന്നെ അത് എന്താ പറയുക അതിൻ്റെ ഒരു അത് കൂടുതൽ ഇൻറ്റൻസിറ്റിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രവാസ ലോകത്തെ ആസ്വാദകരെക്കുറിച്ച് ഈ എഴുത്തുകാരന് വലിയ പ്രതീക്ഷയുണ്ട്. ഒപ്പം ഗൾഫ് എഴുത്തിനെക്കുറിച്ച് നന്ദകുമാറിന്റെ നിരീക്ഷണം വ്യത്യസ്തമാണ്. പ്രവാസ ലോകത്തെ പ്രതിഭകളുടെ പുതിയ രചനാരീതിയെ വലിയ മതിപ്പോടെയാണ് നന്ദകുമാർ കാണുന്നത്. ഗൃഹാതുരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെറ്റായ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം മരുഭൂമിയിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ നാട്ടിലത്തെ മഴയെക്കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ കവിത എഴുതുന്നൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിന് പകരം നിങ്ങളിവിടെ ഒരു ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ, നിങ്ങൾക്ക് ഒരു ലിഫ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് പോയി കഴിഞ്ഞാൽ വിവിധ ജനതകൾ, അവരുടെ ഭാഷ, അവരുടെ ജീവിത രീതികളൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ജീവിക്കുന്ന പരിസരത്ത് നിന്നുള്ള ഇപ്പോൾ സോണിയ റഫീഖിൻ്റെ കഥകളിലുള്ള ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന ആ പരിസരത്ത് നിന്ന്, അതായത് ഇവിടെ ഗൾഫ് പരിസരത്ത് നിന്നുള്ള മെറ്റഫേഴ്സും ബിംബങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ശക്തമായ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു നരേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോണിയ റഫീഖിനെ പോലുള്ള ആളുകൾ കഥ. എഴുത്തിൻ്റെ ലോകത്ത് സ്വയം സൃഷ്ടിച്ച വലിയൊരു ഇടവേള, അതേക്കുറിച്ച് ചോദിച്ചാൽ ഉത്തരം ലളിതം. എനിക്കൊരു ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ആഖ്യാനത്തിലുള്ള മാതൃകകൾ കിട്ടാതെ പോയതും ഭാഷയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധിക്കാരാണ് ഇടക്കാലത്ത് എഴുത്തു നിന്ന് പോയത്. അപ്പോൾ രണ്ടാമത് അതിന് വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും എഴുതുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എഴുത്തിൻ്റെ ലോകത്ത് വീണ്ടും സജീവമാകാൻ തന്നെയാണ് തീരുമാനം. എഴുത്തിനുള്ള ഊർജം സംഭരിക്കാനുള്ള മറ്റൊരു യാത്ര, അതുതന്നെയാണ് നന്ദകുമാറിന് ഈ ഗൾഫ് യാത്രയും ഇവിടെ നടന്ന ആശയ സംവാദങ്ങളും. അത് മനനം തന്നെയാണ്, നമുക്ക് മനനത്തിൻ്റെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിനകത്ത് നമ്മൾ കവിത എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു അച്ചടി മാധ്യമത്തിനകത്ത് വരാനുള്ള പ്രയാസങ്ങളും മറ്റുള്ള സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് കവിത എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ലൈക്കും സംഗതികളും കിട്ടുന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വേറെ ഒരു എഴുത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമുള്ള മനനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ അഭാവം നടക്കുന്നു. അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള അവൻ്റെ അസംസ്കൃത വസ്തു വാക്കുകളായത് കാരണം അത് ധാരാളമായിട്ട് വായിക്കുകയും ആ വായിച്ചതിനെ വീണ്ടും മനനം ചെയ്യുകയും പുതിയ ആഖ്യാനത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരന് ചെയ്യാനുള്ളത്. അത് കഥയാണെങ്കിലും കവിതയാണെങ്കിലും എന്താണെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഫാഷിസത്തിനെതിരായ പ്രതിരോധം, അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് പറയുന്നു നന്ദകുമാർ. ഏകഭാവം അടിച്ചേൽപ്പിക്കാനുള്ള ഏതൊരു നീക്കത്തെയും ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയും നന്ദകുമാർ ഓർമ്മിപ്പിക്കുന്നു.
എഴുത്തിന്റെയും നിലപാടുകളുടെയും ലോകത്ത് പുലർത്തുന്ന കാർക്കശ്യം അതുതന്നെയാണ് നന്ദകുമാറിന്റെ കൈമുതൽ. മോണോലിത്തിക്കായുള്ള ഏകശിലാമാനമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തിന് അടിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥത്തിൽ എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെയും ഒരു സ്വഭാവം. അവരുടെ ശരികൾ എന്താണ്? ഉദാഹരണത്തിന് സയൻസിനെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ, പശു ഓക്സിജൻ തരുന്നു, പരിണാമ സിദ്ധാന്തം തെറ്റാണ് എന്നുള്ള മട്ടിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മോണോലിത്തിക്കായിട്ടുള്ളൊരു ലോകവീക്ഷണം, ഒരു യാഥാർത്ഥ്യത്തിനെ കുറിച്ചുള്ളൊരു വ്യാഖ്യാനം, ഒരു ഗ്രാൻഡ് നരേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഫാസിസത്തിൻ്റെ സ്വഭാവം. അപ്പോൾ യാഥാർത്ഥ്യത്തിന് വിവിധ ഡിമെൻഷൻസും അനേകം യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്നുള്ളതും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ കലയ്ക്ക് മാത്രമായിരിക്കാം. സ്വദേശം പാലക്കാട് ശ്രീകൃഷ്ണപുരം മംഗലംകുന്ന്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം. കുറെ കാലം ഡൽഹിയിലായിരുന്നു. കേരളത്തിനു വെളിയിൽ വികസിച്ചു വരുന്ന പുതിയ ആസ്വാദന രീതികൾ. നമ്മൾ ബേസിക്കലി അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണ്, വീട് വെച്ച മനുഷ്യനല്ല. ഓക്കെ, അലഞ്ഞു നടക്കലിൻ്റെ സുഖമാണ്. അതിൽ നിറഞ്ഞ പ്രതീക്ഷ അർപ്പിച്ചാണ് ഒരു മാസത്തിനപ്പുറം നന്ദകുമാറിന്റെ ഗൾഫ് ഭൂമികയിൽ നിന്നുള്ള മടക്കവും.